ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലി, മുളക്, കായം, ചെറിയ ജീരകം, അതുപോലെ തന്നെ ഉലുവ, കുരുമുളക് ഇത്രയും വറുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങയിലോട്ട് നല്ലപോലെ മുളക് പൊടി, പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റംസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, വിനീഗർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഈ സമയം നമുക്ക് ടേസ്റ്റ് നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂറോ നമുക്ക് ഒരു മണിക്കൂറൊക്കെ അതൊന്ന് മാറ്റി വെക്കട്ടെ. മൂടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് ടേസ്റ്റ് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അച്ചാർ പൊടി. അതിൽ പൊടിച്ച് അതിട്ട് കൊടുത്തു, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു വറവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്മളിതാ ചീനിച്ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു. ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ എണ്ണനെ നമ്മുടെ മാങ്ങയിലോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങാച്ചാർ റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.